ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോ സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ എത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ ഫോക്സ്റ്റെയിലിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തായിരുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മൾ ഫോക്സ്റ്റെയിലിൻ്റെ വീഡിയോ കാണാൻ താല്പര്യമുള്ളവർക്ക് ജസ്റ്റ് നമ്മൾ മുകളിൽ കൊടുത്തിരിക്കുക അതിൻ്റെ ലിങ്ക്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ നമ്മളിന്ന് ചെയ്യുന്നത് നമ്മുടെ ഗപ്പി ഗ്രാസിനെ കുറിച്ചാണ്. അപ്പോൾ ഗപ്പി ഗ്രാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ ഓഫ് ദി ഗപ്പിയെ കുറിച്ച് ആ പേരെടുത്ത് പറയാൻ കാരണം ഗപ്പി ഗ്രാസ്. അപ്പോൾ നമ്മുടെ ഫോക്സ്റ്റെയിലിനെ കാണാൻ ഒരു പടി വരെ നമുക്ക് നല്ലതാണ് ഗപ്പി ഗ്രാസ്. അപ്പോൾ അതിൽ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലം കാണാൻ നമുക്ക് വീഡിയോ മൊത്തം കണ്ടു നോക്കാം, നമുക്ക് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പയ്യെ ചലിച്ചു പോകുന്ന ഗപ്പി ഗ്രാസിലേക്കാണ്. ഗപ്പി ഗ്രാസ് കൊണ്ടൊരു വർണ്ണലോകം സ്ഥാപിച്ചിട്ടുള്ള ഒരു ടാങ്കിലേക്കാണ് നമ്മൾ ഫസ്റ്റ് എത്താൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ എൻ്റെ കുറച്ച് മാത്രം ഗപ്പി ഗ്രാസ് ഉണ്ടായിരുന്നൊരു വലിയ ഇതാണ് ഇത് നമ്മുടെ ഒരു ടാങ്കാണിത്. ഓക്കെ, ഇതിനകത്ത് ഇപ്പോൾ അത്യാവശ്യം നിറച്ച് ഗപ്പി ഗ്രാസായി. ഓക്കെ, ഗപ്പി ഗ്രാസ് നിറച്ചായി. പിന്നെ നമുക്ക് വേറെ സെപ്പറേറ്റ് വീഡിയോ ഈ ഒരു പ്ലാന്റിനെ കുറിച്ച് ഞാൻ ചെയ്യുന്നതാണ്. കാരണം ഈ ഒരു പ്ലാന്റ് ഒരു പരിധി വരെ നമ്മളെ ഗപ്പിയെ കൊല്ലുന്നൊരു പ്ലാന്റാണ്, അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, ഈ പ്ലാന്റിന് കുറേ ദൂഷ്യവശങ്ങളുണ്ട്. കുറേ നല്ല വശമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗപ്പിയായിട്ട് ബന്ധപ്പെട്ട് വലിയ നല്ല വശങ്ങളൊന്നും ഈ ഒരു പ്ലാന്റിനില്ല. എൻ്റെ ഒരു അഭിപ്രായത്തിൽ, എൻ്റെ ഒരു 10-15 വർഷത്തെ ഗപ്പി വളർത്തലിൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഒരു പ്ലാന്റ് ഗപ്പിക്ക് ഒരു തരത്തിലും സ്യൂട്ടല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഓക്കെ, പിന്നെ ഒരു തരത്തിൽ സ്യൂട്ടാണ്, അത് നമുക്ക് എൻ്റെ വീഡിയോ ചെയ്യും. പിന്നെ ഓക്കെ, അപ്പോൾ നമ്മുടെ ഫോക്സ്റ്റെയിൽ പോലെ മറ്റൊരു പ്ലാന്റാണ് നമ്മുടെ ഗപ്പി ഗ്രാസ്. ഉണ്ട് ഗപ്പി ഗ്രാസ് വെള്ളത്തിൽ കിടക്കുമ്പോൾ അത്യാവശ്യം കണ്ടൊരു അങ്ങനത്തെ ഒരു ടെക്സ്ചറാണ് ഈ ഒരു പ്ലാന്റിന് വരുന്നത്. കണ്ട നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഇതിങ്ങനെ തോന്നുന്ന രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ലീഫ് പോകുന്നൊരു സാധനമാണ്. പിന്നെ ഇതിൽ നിറച്ച് വേരുകൾ വരും. ഇതങ്ങനെയുള്ള കുഞ്ഞ് കട്ടിങ് എവിടെയെങ്കിലും കിട്ടിയാൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതായിക്കോളും. ഇത് ഞാൻ പണ്ട് ഒരിക്കൽ ഒരു ചെറിയൊരു കാട് പോലൊരു പ്ലേസിൽ നമ്മുടെ വാട്ടർ പ്ലാന്റ് ഹണ്ടിന് പോയ സമയത്ത് എനിക്ക് അവിടെ നിന്ന് കിട്ടിയതാണ്. ഇന്ന് ഈ ഒരു പ്ലാന്റിൽ ഏകദേശം ഞാൻ ഒരു 10-20,000 രൂപയ്ക്ക് പുറത്ത് ഈ ഒരു പ്ലാന്റ് മാത്രം ഞാൻ സെയിൽ ചെയ്തു. കണ്ട ഈ പ്ലാന്റിൽ ഇങ്ങനെ വേരുകൾ വരും, കണ്ട കുഞ്ഞു കുഞ്ഞു വേരുകൾ ചില ഭാഗങ്ങളിൽ ഇങ്ങനെ വരും. ഓക്കെ, അപ്പോൾ അത്രയും നമുക്ക് നല്ല രീതിയിൽ സെയിൽ അടക്കം ഈ പ്ലാന്റിനെ ഗപ്പി ഗ്രാസ് എന്ന് പറയാൻ കാരണം നമ്മൾ ഗപ്പികൾ വളരുമ്പോൾ ഈ ഗപ്പിക്ക് ഇഷ്ടം കുഞ്ഞു കുഞ്ഞു പ്ലാന്റിനെ ഇടയ്ക്കൂടെയൊക്കെ കളിച്ചടക്കാനൊക്കെ വളരെ ഇഷ്ടമുള്ള ഫിഷസാണ് നമ്മൾ ഗപ്പീസ് ഉണ്ട്. ഇത് നമ്മുടെ ഫുൾ ഗോൾഡിൻ്റെ ഗപ്പീസാണ്. അപ്പോൾ അവയ്ക്ക് പറ്റിയ ഒരു ക്ലൈമറ്റ് നമ്മുടെ ഈ ഒരു പ്ലാന്റ് ഉണ്ടാക്കി കൊടുക്കും. എന്നാൽ വെള്ളത്തിൻ്റെ pH അഡ്ജസ്റ്റ് ചെയ്യും. പക്ഷേ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്ലാന്റിങ് കൂടുതലായി കഴിഞ്ഞാൽ ഗപ്പീസിന് ഉറപ്പായിട്ട് പ്രശ്നം ഉണ്ടാകും. സോ എപ്പോഴും നിങ്ങൾ ഈ ഒരു പ്ലാന്റ് വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഈ പ്ലാന്റ് ഒന്ന് റിമൂവ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് ഭാഗം നിങ്ങൾ ഇങ്ങനെ ഒന്ന് ഒഴിച്ചിട്ടേക്കുക. കുറച്ച് ഭാഗം ഒഴിച്ചിട്ടിരുന്നാൽ മാത്രം മതി. നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് അങ്ങനെ ആക്കി കൊടുത്താൽ മതി. വല്ലപ്പോഴും ജസ്റ്റ് ഒന്ന് ഒഴിച്ചിട്ട് കൊടുക്കുക. ബാക്കി വരുന്ന ഭാഗം നിങ്ങളെ വീട്ടിൽ കോഴിയോ താറാവോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ കൊടുക്കുക, അല്ലെങ്കിൽ ഒന്ന് സെയിൽ ചെയ്യുമോ. നോർമലി ഞാൻ സെയിൽ ചെയ്യാറുണ്ട്. പിന്നെ വല്ലപ്പോഴും ഒത്തിരി കൂടി വരികയാണെങ്കിൽ മാത്രം കൊടുക്കാറുള്ളതാണ് പതിവ്. ഓക്കെ, അപ്പോൾ നമുക്കിനി ഈ ഒരു പ്ലാന്റുള്ള കുറച്ച് വേറെ ടാങ്കുകൾ നമുക്ക് ശ്രദ്ധിക്കാൻ വേണ്ടി പോകാം. ഓക്കെ, അപ്പോൾ അത് ഗപ്പി ഗ്രാസ് ആണ്. സോ അപ്പോൾ നമുക്ക് ഗപ്പി ഗ്രാസിൻ്റെ വേറെ ഞാൻ കുറേ ടാങ്കുകളിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ ടാങ്കിൽ ഞാൻ മിക്സർ ഇട്ടിട്ടുള്ള ടാങ്കാണ്. നല്ല രീതിയിൽ നമുക്ക് ഗ്രോത്ത് കിട്ടും. ഇതാ കണ്ടോ, ഇതെൻ്റെ കയ്യിലുള്ള നമ്മുടെ ഗപ്പി ഗ്രാസ് ആണ്. കണ്ട ഗപ്പി ഗ്രാസ് നല്ല രീതിയിൽ ഇതിൽ ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. ഞാൻ ലാസ്റ്റ് ഒരു വീഡിയോ ചെയ്തപ്പോൾ ഒത്തിരി നല്ല വ്യൂസ് കിട്ടിയൊരു വീഡിയോ ആണ് നമ്മുടെ ഗപ്പി ഗ്രാസ് വാട്ടർ പ്ലാന്റ്. അത് ഈ ഒരു പ്ലാന്റിനെ കുറിച്ച് ഇതിലൊക്കെയാണ് കൂടുതലായിട്ട് വീഡിയോ ചെയ്തത്. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ പ്രത്യേകത ഉണ്ടോ, നമുക്ക് നല്ല രീതിയിൽ ഒരു തിക്നെസ് വരും. അപ്പോൾ നമുക്ക് കൊക്ക് എന്തെങ്കിലും വന്നിരുന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് ഗപ്പികളെ പിടിച്ചുകൊണ്ട് പോകില്ല. കാരണം ഞാനിപ്പോൾ ഇത് വലയൊന്നും ഇട്ടിട്ടില്ല, തുറസായെങ്കിൽ നമ്മുടെ നോർമലി ഉള്ള ഒരു ഏരിയ തന്നെ അത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഫിഷസ് ഉണ്ട്. എനിക്ക് നല്ലത് കണ്ട ഇതെല്ലാം മിക്സറാണ്. കണ്ട എൻ്റെ ഉള്ള മിക്സറിൻ്റെ ക്വാളിറ്റി നിങ്ങൾക്ക് കണ്ടാൽ നമ്മൾ ടെക്സ്റോ കോയെ പോലത്തേക്ക് അതേ വെറൈറ്റി സാധനങ്ങളാണ് നമ്മൾ മിക്സർ എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളത്. വേറെ 45-നൊക്കെയാണ് നമ്മൾ മിക്സർ കൊടുക്കുന്നത്. പിന്നെ അതുപോലെ ഈ പ്ലാന്റൊക്കെ വളരെ റേറ്റ് കുറവാണ്. നമ്മളൊരു 30, 35, 20 ആ റേഞ്ചിനൊക്കെയാണ് നമ്മൾ പല പ്ലാന്റ്സും കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം. ഇത് നമ്മുടെ ഗപ്പി ഗ്രാസിൻ്റെ കുറിച്ചാണ്. സോ നമുക്ക് ഗപ്പി ഗ്രാസിലേക്ക് എത്താം. ഈ ഗപ്പി ഗ്രാസിൻ്റെ പ്രൊപ്പഗേഷൻ വളരെ സിമ്പിളാണ്. എല്ലാ വാട്ടർ പ്ലാന്റ്സിനെ പോലെ ഏകദേശമുള്ള നമ്മൾ ഈ വള്ളിപ്പായൽ ടൈപ്പിനൊക്കെ ഇങ്ങനെ വലിച്ചെടുക്കുമ്പോൾ പൊട്ടിപ്പോയി കഴിഞ്ഞാൽ ആ ഒരു ഭാഗം എടുത്ത് വെറുതെ വേറെ ഒന്നിലിട്ടേക്ക് അവിടെ കിടന്നറിയും. അത്രയേ ഉള്ളൂ പ്രൊപ്പഗേഷൻ. വളരെ സിമ്പിളാണ് പ്രൊപ്പഗേഷൻസൊക്കെ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഗപ്പി ഗ്രാസ്. ഇനി ഗപ്പി ഗ്രാസുള്ള വേറെ കുറച്ച് ടാങ്കുകൾ കാണിച്ചു തരാം. ഗപ്പി ഗ്രാസ് ഓവറായി കഴിഞ്ഞാൽ ഫിഷിന് പ്രശ്നം ഉണ്ടാകും. പിന്നെ കുഞ്ഞുങ്ങൾ നന്നായിട്ട് കിടക്കുന്നൊരു ടാങ്ക് ഞാൻ കാണിച്ചു തരാം. കണ്ട അത്യാവശ്യം നമ്മുടെ ഇതൊരു ബ്ലാക്ക് ഐ കോഴിയാണ്. ഇതിൻ്റെ കുഞ്ഞുങ്ങളുമായിട്ടൊക്കെ നല്ല രീതിയിൽ കിടപ്പുണ്ട്. ഇതിനകത്ത് നമ്മളിലുള്ളത് ഗപ്പി ഗ്രാസ് തന്നെയാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. കണ്ട അത്യാവശ്യം നല്ല രീതിയിൽ ഗപ്പി ഗ്രാസ് ഇതിൽ വളർന്നു വരുന്നുണ്ട്. വെയിലൊന്നും ഇല്ലാത്ത കണ്ട ഈ ഒരു ഏരിയയിൽ അത്ര വെയിലില്ലാത്തൊരു ഏരിയയാണ്. പിന്നെ കുറച്ച് വാട്ടർ പ്ലാന്റ്സ് ഞാൻ സെറ്റാക്കി വെച്ചിട്ടുള്ള വേറൊരു ടാങ്കാണ്, ജസ്റ്റ് കാണിച്ചതേ ഉള്ളൂ. ഇതൊക്കെ ഈ വാട്ടർ പ്ലാന്റ്സ് ഒക്കെ നമ്മളെ കയ്യിൽ സെയിലിനുണ്ട്. ഈ ഫിഷസ് ഒക്കെ സെയിലിനുള്ളതാണ്. ഇതൊക്കെ റെയിൻബോ ആണ്, റെയിൻബോ ഫിഷ്. പിന്നെ ഇത് നമ്മുടെ ബാർബിൻ്റെ ആണ്. അത്യാവശ്യം റേറ്റുള്ള വെറൈറ്റീസാണ്. പിന്നെ
ഇത് മെക്സിക്കൻ സോഡിൻ്റെ ചെറിയൊരു ടൈപ്പ് പ്ലാന്റാണ്. ഇതൊക്കെ വാട്ടർ പ്ലാന്റ്സിൻ്റെ കൂടെ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കയ്യിലുള്ള വാട്ടർ പ്ലാന്റ്സ്. പിന്നെ അതിലും കുറേ പ്ലാന്റ്സ് കിടപ്പുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മെയിനായിട്ട് ചെയ്യാൻ വേണ്ടി വന്ന കണ്ടന്റ് നമ്മുടെ ഗപ്പി ഗ്രാസിനെ കുറിച്ചാണ്. ഇവിടെ ഈച്ചയുടെ വിളി തുടങ്ങി, കുറച്ചുകൂടെ ശബ്ദം ഇനി ഭയങ്കര സീനാവും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ എത്തിയതായിട്ടുള്ള ഗപ്പി ഗ്രാസ് ആ വീഡിയോയുടെ സ്റ്റോപ്പ് ചെയ്യണം. ഗപ്പി ഗ്രാസിൻ്റെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഓവറായി കഴിഞ്ഞാൽ ഇത് മീനുകൾക്ക് ഡെഡ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ടാവും. സോ എല്ലാം ഓവർ, നിങ്ങൾ ഏത് വാട്ടർ പ്ലാന്റ്സോ ചെയ്തോളൂ, പക്ഷേ ഓവർ ആവാതിരിക്കാൻ വേണ്ടി ഒരു പരിധി വരെ ശ്രദ്ധിക്കുക. ഓക്കെ ഫ്രണ്ട്സ്, മറ്റൊരു കാര്യം, വാട്ടർ പ്ലാന്റ്സ് നിറഞ്ഞ് കിടക്കുമ്പോൾ വെറുതെ കൊണ്ടിട്ട് കൈയിട്ട് അതിൻ്റെ അകത്ത് കളിക്കരുത്. എനിക്ക് ഉണ്ടായിട്ടുള്ള ഒരു അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ വാട്ടർ പ്ലാന്റ്സ് നിറഞ്ഞ് കിടക്കുന്ന സമയത്ത് പൊക്കമുള്ള ടാങ്ക്, ഇതുപോലത്തെ ടാങ്കുകളൊന്നും കുഴപ്പമില്ല. ഞാനത് കാണിച്ചു തരാം ആ കാര്യം. അപ്പോൾ ജസ്റ്റ് എൻ്റെ വീഡിയോസ് കാണുന്നവരാണെങ്കിൽ ഇത് ശ്രദ്ധിച്ചോളുക. എനിക്കുണ്ടായിട്ടുള്ള ആ ഒരു ദുരനുഭവം ആർക്കും ഉണ്ടാവരുത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ചിലപ്പോൾ അന്ന് അതിൻ്റെ കടി കിട്ടിയിരുന്നെങ്കിൽ ചിലപ്പോൾ ചത്തു പോയിരുന്നു. ജസ്റ്റ് കാണിച്ചിരുന്നതാ ഈ ഒരു ടാങ്ക് ഉണ്ടല്ലേ, ഈ ഒരു ടാങ്ക് ഞാൻ ജസ്റ്റ് നമ്മുടെ പ്ലാന്റ്സ് എല്ലാം നിറച്ച് കിടന്നൊരു ടാങ്കായിരുന്നു. ഇപ്പോൾ കുറച്ച് പ്ലാന്റ്സ് കുറവാണ്. ഈ ഒരു പ്ലാന്റിൽ സംഭവിച്ച കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ നോർമലി ഞാൻ എന്നും വന്ന് നിൽക്കുന്ന പോലെ, ജസ്റ്റ് വെയിറ്റ്, ഞാൻ എന്നും നോർമലി വന്ന് നിൽക്കുന്ന പോലെ അവിടെ ജസ്റ്റ് വന്ന് നിൽക്കുമായിരുന്നു. അപ്പോൾ നിന്നിട്ട് ഇങ്ങനെ ഫുഡൊക്കെ കൊടുക്കുന്ന സമയത്ത് ഞാൻ കുറച്ചിങ്ങനെ ഇലയൊക്കെ എടുത്ത് ഇങ്ങനെ മാറ്റും. അങ്ങനെ എടുത്ത് മാറ്റിക്കൊണ്ടിരുന്ന സമയത്ത് ഒരു ദിവസം ജസ്റ്റ് ഇങ്ങനെ എടുത്ത് മാറ്റിയ സമയത്ത് അതിൻ്റെ ഇടയ്ക്ക് ഒരു പാമ്പിരുന്നു. അത്യാവശ്യം നല്ല വിഷമുള്ള എന്തോ പാമ്പായിരുന്നു. പിന്നെ ജസ്റ്റ് എൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ നിന്ന് അതിനെ നമ്മൾ ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടു. ഓക്കെ, അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കുക, കുറേ പ്ലാന്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ പ്ലാന്റ്സിൻ്റെ ഇടയ്ക്ക് നമ്മൾ കൈയൊക്കെ കൊണ്ട് വയ്ക്കുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിച്ചിരിക്കുക. കാരണം അതിൻ്റെ ഒരു കടി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതുപോലെ നിങ്ങൾക്ക് ഇതുപോലെ എൻ്റെ വീഡിയോസ് ഒന്നും കാണാൻ വേണ്ടി പറ്റില്ല. സോ അതുകൊണ്ട് ശ്രദ്ധിച്ച് നിങ്ങൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യുക. വാട്ടർ പ്ലാന്റ്സ് ഒക്കെ ഒത്തിരി സെയിലുണ്ട്. 980 980 6874 എന്ന വാട്സ്ആപ്പ് നമ്പർ കോൺടാക്ട് ചെയ്താൽ മതി. ദിസ് ഇസ് എരൺ ഗോയിങ് ടു സൈൻ.